ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പൂക്കളും ചെടികളും ഒക്കെ കാണാനും അത് ആസ്വദിക്കാനും ഇഷ്ടമല്ലാത്തത് ആർക്കാണല്ലേ? ചിലർക്ക് ചെടി വളർത്തലൊരു ഹോബിയാണ്. ആ ചെടി വളർത്തൽ അത്ര ഹോബിയൊന്നും അല്ലാതിരുന്ന ഞാൻ കൊറോണ സമയത്ത് വീട്ടിൽ ലോക്കായപ്പോൾ സമയം കൊല്ലാനായിട്ടാണ് ചെടി വളർത്തൽ തുടങ്ങിയത്. വളർത്തി തുടങ്ങിയപ്പോൾ അതിനോടൊക്കെയുള്ള ഇഷ്ടം കൂടിയതേ ഉള്ളൂ. ഓരോ ചെടികളെക്കുറിച്ച് അറിയാനും വെറൈറ്റി ചെടികൾ കളക്ട് ചെയ്യാനും ഒക്കെ അന്ന് തോന്നിയ ഒരു ഇഷ്ടവും ത്വരയും ഒക്കെ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അന്ന് വീടിന് ചുറ്റും ചെടികൾ കൊണ്ട് നിറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇന്ന് നമ്മൾ അങ്ങനൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തിരുവല്ലയിൽ ഫ്ലവർ ഷോ നടക്കുകയാണ്. ഫ്ലവർ ഷോ 2026. ഈ വർഷത്തെ ഫ്ലവർ ഷോ കാണാനായിട്ട് പോകാനായിട്ട് ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് ഒരുങ്ങുന്നുവെങ്കിലും ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയത് ലാസ്റ്റ് ദിവസമാണ്. പെട്ടെന്നാണ് ഓർത്തത്, ഇന്നൂടല്ലേ ഉള്ളൂ, ഇനിയും പോയില്ലെങ്കിൽ എപ്പോഴാണെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി അവിടേക്ക് ഓടി. ചെന്നപ്പോൾ സന്ധ്യയായിരുന്നു. നല്ല പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. സ്റ്റോളുകളിലോട്ടൊക്കെ കയറാനോ ഒരു സാധനങ്ങളോ ഒന്നും നോക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. ആദ്യമായിട്ടാണ് ലാസ്റ്റ് ദിവസമൊക്കെ ഇത്രയും തിരക്ക് വരുന്നത്. ഈ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും കാണുമോ, ഫ്ലവേഴ്സ് എല്ലാം മാറ്റി കാണും, പാക്ക് ചെയ്ത് കാണും എന്നൊക്കെ കരുതിയിരുന്ന ഞങ്ങൾക്ക് തെറ്റി. അവിടെ ചെന്നപ്പോഴോ ഭയങ്കര തിരക്ക്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിലുള്ള തിരക്കുകളായിരുന്നേ. പിന്നെ കാണാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു. കുറച്ച് സമയമെടുത്ത് ആസ്വദിക്കാനോ ഒന്നും പറ്റിയില്ല. പുറകിൽ നിന്ന് വരുന്ന തള്ളു കാരണം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊന്ന് പുറത്തിറങ്ങണമെന്നുള്ള ചിന്തയായിരുന്നു. ഫ്ലവേഴ്സിൻ്റെ ഒന്നും അടുത്ത് ഒരുപാട് സ്ഥലമുള്ളത് കാരണം ഒത്തിരി ക്രൗഡൊന്നും കണ്ടില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ സ്റ്റോളുകളുടെയൊക്കെ ഇടയിൽ വന്നപ്പോഴുള്ള തള്ളാണ് അതിഭീകരം. ഒരാളെ ഇടിച്ചിടുമെന്ന് തോന്നി. അതുപോലെ തിക്കും തിരക്കുമായിരുന്നേ. ഈ ലാസ്റ്റ് ദിവസം ഇറങ്ങാൻ ഞാൻ കാണിച്ച ബുദ്ധിയെ ഓർത്ത് അന്നേരം എനിക്ക് വിഷമം തോന്നിയേ. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം വന്നിരുന്നെങ്കിൽ സമാധാനത്തോടു കൂടി ഇതെല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നേ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ക്ലിപ്സുകൾ മാത്രമാണ് ഇപ്പം ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നത്. കുറേ ദൂരം നടന്ന് കാണാനുള്ളതുണ്ട്. ഈ കാണുന്ന ഈ ബട്ടർഫ്ലൈ ഒക്കെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, കോഴിക്കോടൻ ഹൽവ, പഴയകാല മിഠായികൾ, അച്ചാറുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. ഈ മുട്ടായികളൊക്കെ കാണുമ്പോഴത്തേക്കിനെ ശരിക്കും നൊസ്റ്റാൾജിയ അടിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ മുട്ടായി വാങ്ങി കഴിച്ചതും തേൻ മുട്ടായിയും ശർക്കര മുട്ടായിയും അതിൻ്റെയൊക്കെ ആ രുചിയും ഇപ്പോഴും നാവിൻ്റെ തുമ്പത്തുണ്ട്. ഇത് 2 ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണേ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം ഒരു രക്ഷയില്ല. ഇപ്പോഴും ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിളി ചിലയ്ക്കുന്നതും കാക്ക കരയുന്നതും ഒക്കെ ആയിട്ട് കുറേ സൗണ്ടുകൾ കാണും. അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. ഫ്ലവേഴ്സും സ്റ്റോളുകളും ഒക്കെ കൂടാതെ തന്നെ അല്ലാതെയും വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇവിടെ. ജയന്തിയിൽ, തൊട്ടിൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു ഗോസ്റ്റിൻ്റെ ഒരു ഹൗസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. പോരാത്തതിന് ഫുഡ് സ്റ്റോളുകൾ, പിന്നെ ചെടികൾ വാങ്ങാനായിട്ടുള്ള സംവിധാനം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡാണ്. രാത്രിയിൽ വന്നതുകൊണ്ട് തന്നെ ഒരു ഉത്സവത്തിനൊക്കെ പോയ പ്രതീതിയായിരുന്നേ. ഗാനമേളയും ലൈറ്റും വെട്ടവും ബഹളവും ഒക്കെയായിട്ട് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോയെ പറ്റി മൊത്തത്തിലൊരു ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നേ. നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ടാണ് ലാസ്റ്റ് മൊമെൻറ്റിലും ഞങ്ങൾ ഓടി അവിടേക്ക് പോയത്. Ready?